ടോർച്ച് എടുത്തില്ല. അതൊരു പ്രശ്നമൊന്നുമില്ല, എന്നാലും രാത്രി ഒന്ന് അടിച്ചു നോക്കാനൊക്കെ കുഴപ്പമില്ല അല്ലേ. ഇതിൻ്റെ മേളിൽ പെണ്ണുങ്ങളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് വന്നിരിക്കുന്ന സ്ഥലം, ഈ വീട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് ക്യാമ്പ് ചെയ്ത വീടാണ്. പിന്നെ വീടൊക്കെ പൊളിഞ്ഞു പോയി, പക്ഷേ വേറെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ആരും പൊളിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇതിനകത്തൂടെ ആരൊക്കെയോ ഇറങ്ങിപ്പോയ വഴികളുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ ആരൊക്കെയോ കയറി ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും പൊളിച്ച് കളഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴാണിത് ശരിക്കും പൊളിയണം കേട്ടോ. തൊട്ട പൊളിയായിരുന്നു, പക്ഷെ ഇതിനകത്ത് ആരൊക്കെയോ കയറി ഇരുന്നിട്ടുണ്ട്. ഇങ്ങനൊരു നടക്കുന്ന വഴി പോലെ ആയിട്ടുണ്ട് ഇവിടെ. നമുക്ക് കത്തിക്കാൻ വിറക്, വിറകിന് എവിടെയും പോകണ്ടല്ലേ. ഇതോടെ ഇരിക്കട്ടെ. ഇതൊക്കെ നമ്മൾ അന്ന് താഴ്ന്ന് വെട്ടിക്കൊണ്ടുവന്നിട്ട് വിറകുകളാട്ടോ. നമ്മളന്ന് ക്യാമ്പ് ചെയ്തപ്പോൾ നമ്മൾ കഴുകാനൊക്കെ ഇതിൽ നിന്ന് വെള്ളം മുക്കിയാണ് എടുത്തത്. ഇതൊരു 19 അടി താഴ്ചയുള്ള ഇടാട്ടോ. ഈ പാറ പൊട്ടിച്ച് ഇങ്ങനെ കുഴിച്ച് പോയൊരു സ്ഥലമാണ്. നല്ല അടിപൊളി സൺസെറ്റാട്ടോ. വേണ്ടാ, നല്ല അടിപൊളിയാണ് കാണാൻ. നമുക്കെന്തായാലും ഇവിടെ തന്നെ സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ടെൻറ്റ് സെറ്റായി. പക്ഷേ വേറൊരു കാര്യം, മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളാകെ പെടും. എന്തായാലും വന്നില്ലേ, നോക്കാമല്ലേ.
അപ്പം നമുക്ക് വിറകൊക്കെ ഇങ്ങോട്ട് കൂട്ടി വെച്ച് ഒന്ന് സെറ്റാക്കട്ടെ. ഈ പുല്ല്, നമ്മുടെ വീടിൻ്റെ ഈ പുല്ലേ നല്ല പുല്ലാണ്. ഞാനത് ആഴെന്നൊക്കെ വെട്ടിക്കൊണ്ടുവന്ന നല്ല ഉണങ്ങി നല്ല പരുവായി. ഒരു വർഷമായിട്ടുണ്ടാവില്ല അല്ലേ? കഴിഞ്ഞ മഴക്കാലം 8-9 മാസമായിട്ടുണ്ടാവുമായിരിക്കും. നല്ല പുല്ലാണ്. ആ പുല്ല് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീടുണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റായി. നമുക്ക് തീയും കൂടി കത്തിച്ച് വെക്കാം അല്ലേ? ഇന്നെന്തായാലും നമ്മൾ നേരത്തെയാണ്, കുഴപ്പമില്ല. തീയും കൂടി കത്തിച്ചങ്ങ് സെറ്റാക്കാം. വിറക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇവിടെ തന്നെ കത്തിക്കാം അല്ലേ? ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അല്ലേ? കുറേശ്ശെ കത്തിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ തീ റെഡിയായി. തീനെന്തായാലും ഇന്ന് വിറകിന് തപ്പി നടക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മൾ തന്നെ എത്രയോ കാലം മുമ്പേ വെട്ടിയിട്ട വിറക് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള പരിപാടി നോക്കാം അല്ലേ? മേളിൽ നിന്നൊക്കെ നല്ല സംസാരം കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ മലയുടെ മേളിലൊക്കെ ആളുകളുണ്ടാവും. ഗ്യാസ് കുറ്റി കുറവാണ്. നമ്മളിത് ഇത് ഫുള്ളുണ്ട്. ഇനി എന്തായാലും ഈ ക്യാമ്പിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ ഒരാഴ്ചയാവും വരാൻ. ഇവിടെ തന്നെ വെക്കാം അല്ലേ? സെറ്റ്. അപ്പം നമ്മൾ വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് വിറക് കുറച്ചുകൂടിയൊക്കെ വെച്ച് സെറ്റാക്കണം. ഈ വിറക് വേഗം അങ്ങ് കത്തിപ്പോകുന്നൊരു സൈസ് വിറകാണ്. ഒരു വെയിറ്റ് ഇല്ലാത്തൊരു സൈസ് കമ്പാണ്. മലയുടെ മേളിലൊക്കെ ആരൊക്കെയും ഉണ്ട് കേട്ടോ. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ മേളിൽ കയറി പോയവർ ഇറങ്ങി വരുമായിരിക്കും. നമ്മൾ നമ്മുടെ
ടോർച്ച് എടുക്കാൻ മറന്നുപോയി കേട്ടോ. ടോർച്ചിൻ്റെ ആവശ്യമില്ല എങ്കിലും എടുക്കാൻ മറന്നുപോയി. വെള്ളം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴിമുട്ട അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പം 4 കോഴിമുട്ട നമ്മളിട്ടിട്ടുണ്ട്. അത് റെഡി ആയിട്ട് വേണം ബാക്കിയുള്ള പരിപാടി. ടോർച്ച് എടുത്തില്ല, അതൊരു പ്രശ്നമൊന്നുമില്ല. എന്നാലും രാത്രി ഒന്ന് അടിച്ചു നോക്കാനൊക്കെ കുഴപ്പമില്ല അല്ലേ. നമ്മുടെ മുട്ടയൊക്കെ തിളച്ച് സെറ്റാവുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ കോഴിമുട്ട റെഡി ആവട്ടെ അല്ലേ. മാനൊക്കെ തെളിഞ്ഞു, എന്നാലും ഒരു തണുത്ത കാറ്റുണ്ട്. ചിലപ്പോൾ മഴ പെയ്യും കേട്ടോ. മഴ പെയ്താലും നമ്മൾ വിടും. പക്ഷേ നമ്മൾ മഴ പെയ്താലും കാറ്റ് വന്നാലും ഒന്നും നമ്മൾ പിന്തിരിഞ്ഞ് ഓടൂല. നമ്മളിവിടെ തന്നെ ഇനിയിപ്പോൾ അത്ര വലിയ മഴയാണെങ്കിൽ ഇത് പുതച്ചിട്ടായാലും നമ്മളിവിടെ തന്നെ നിൽക്കും കേട്ടോ. പക്ഷേ മഴ പെയ്താലും എന്തായാലും പെടും. നോക്കാം. ടോർച്ച് കൊടുത്തിട്ടില്ല, അതാണ് ഒരു മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇത് മതിയില്ലേ, അതങ്ങനെ ഇരിക്കട്ടെ. ഇറക്കി വെക്കണോ? ഇറക്കി വെക്കാം അല്ലേ, ചൂട്. അവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാം അല്ലേ. അപ്പോഴത്തേക്ക് എഗ്ഗ് ചൂടാറും. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ആ പാത്രം എടുക്കണം. പാത്രം എടുത്തിട്ട് വേറൊരു പരിപാടിയുണ്ട്. കട്ടൻ കാപ്പി ആകുമ്പോഴത്തേക്ക് ഇനി നമ്മുടെ പരിപാടി ഇതിൻ്റെ മേളിൽ പെണ്ണുങ്ങളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. മേളിലെ ഒരു വലിയ വ്യൂ പോയിൻ്റാണ്. ഞാൻ പണ്ട് അതിനകത്ത് കയറിയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ മേളിൽ ക്യാമ്പ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ മേളിൽ പോയി ഒന്ന് ക്യാമ്പ് ചെയ്യണം. അയ്യോ, അപ്പോൾ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി, അതൊക്കെ അടുത്തുണ്ടായിരുന്നല്ലേ. അല്ല, നമ്മുടെ എഗ്ഗൊന്ന് തണുപ്പിക്കാൻ വെക്കണമല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാനേ. ചൂടാ, തൊലി കുളിക്കാൻ പറ്റില്ല. സെറ്റ്.
അയ്യോ മധുരടാത്ത കട്ടൻ ചായ സെറ്റ്. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. തീ ശകലം കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, നമ്മളെടുത്തതിൻ്റെ ബാക്കിയാണ്. അല്ല പാക്കറ്റ് ഇങ്ങനെ പൊട്ടിക്കുമ്പോഴേ ഒരു പാക്കറ്റ് മൊത്തത്തിൽ ഇട്ടൊന്നും വിചാരിക്കണ്ട. ഒരു 2 നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. ഇനി ഒരു 2 മിനിറ്റ് അങ്ങനെ കിടന്നാൽ നമ്മുടെ എഗ്ഗ് സെറ്റായി. എന്താക്കാണെന്ന് അറിയില്ല, മേളിൽ ഒച്ചയും ബഹളമൊക്കെ, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ട്. ഒരു വല്ല വെള്ളവും മറ്റേ സാധനമൊക്കെ അടിച്ചിട്ട് വന്നിരിക്കുകയായിരിക്കും, പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിടിക്കപ്പെട്ടൊരു സ്ഥലം കൂടിയാണ് ഇട്ടത്. നമ്മൾ വെറുതെ ഒരു ഇതിനു വേണ്ടി പറയണതല്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഈ നാട്ടിലൊക്കെ. ഈ നാട്ടിലെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ എന്താ വെച്ചാൽ മൊത്തം ഇതുപോലെ ഈ പാറയും ഈ ഇങ്ങനെ പുറകിലൊരു കുഴിയാണ്. ആ കുഴി കഴിഞ്ഞൊരു മല, ആ മല കഴിഞ്ഞാൽ വീണ്ടും ഒരു കുഴി, അങ്ങനെ ഒരു മല, അങ്ങനെ സ്റ്റെപ്പായിട്ട് കിടക്കണം. ഞാനതിൻ്റെ ഒരു പകുതിയിൽ പോലും അല്ല ഇപ്പോൾ നിൽക്കണത്. ഇനിയും മേളിലോട്ട് ഒത്തിരി കയറി പോകാനുണ്ട്. നമുക്ക് കയറി പോകണമെങ്കിൽ അങ്ങനെ കയറി പോകാം. നമുക്കത് പിന്നീടൊരു വീഡിയോ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് എന്ത് കാര്യത്തിന് വന്നാലും ആരും കാണൂല. ഏത് മുക്കിലും മൂലയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുക. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതാ ഇപ്പോൾ മേളിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തിനാണ് ഈ പാതിരാത്രിക്കൊക്കെ ഇവിടെ? അവിടെ ഒന്നും കണ്ണുപോലും കാണൂല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലുമൊക്കെ ഉടായ്പിന് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ എഗ്ഗ് ഏകദേശം റെഡിയായി. ഇത് അവിടെ ഇരിക്കട്ടെ അല്ലേ. ഇനി നമ്മുടെ കട്ടൻ ചായ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയാലോ. അത് തീയിൽ വെച്ച് ചൂടാക്കാം അല്ലേ. എന്തായാലും മഴ പെയ്യില്ലെന്ന് തോന്നുന്നുണ്ട്. മാനമൊക്കെ നല്ല തെളിഞ്ഞുണ്ട്. അപ്പോൾ നമ്മുടെ കാപ്പി സെറ്റായി. ഇരിക്കട്ടെ. വിറക് എന്തോരം ഉണ്ടായിരുന്നു, എന്ത് വേഗം കത്തിത്തീരുന്നു.
പുക മൊത്തം ഇങ്ങോട്ടാണല്ലോ അടിക്കണേ. അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം സെറ്റായി. ഇനി നമുക്ക് കഴിച്ചാൽ മതി. ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ കേട്ടോ. ആയി നമ്മുടെ എഗ്ഗ് നല്ല സെറ്റായി. നമ്മുടെ കാപ്പി എന്തായി? അപ്പോൾ എന്തായാലും നമ്മുടെ കാപ്പിയല്ല കേട്ടോ, കട്ടൻ ചായയാണ്. കട്ടൻ ചായ റെഡിയായി. നമ്മുടെ മുട്ട പുഴുങ്ങി പൊരിച്ചത് റെഡിയായി. നോക്കാമല്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ല. മസാലപ്പൊടി കരിഞ്ഞപ്പോൾ ഒരു മീൻ വറുത്ത ടേസ്റ്റ്. ഈ മുട്ടയുടെ പുറം എണ്ണയിലിട്ട് പൊരിച്ച പോലെ ആയപ്പം ഓംപ്ലേറ്റിൻ്റെ ടേസ്റ്റ്. സംഭവം ഒരു വെറൈറ്റി ഫുഡ് തന്നെയാണ് കേട്ടോ. സംഭവം ടേസ്റ്റ് ഉണ്ട്. ബാക്കി ഇനി അതിൻ്റെ മുകളിൽ ആൾക്കാർ ക്യാമ്പ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും സൗണ്ട് എന്തിനാ? ഭയങ്കര എൻജോയ് ചെയ്ത് ക്യാമ്പ് ചെയ്യാല്ലേ. നമ്മളെ പോലെ ഒരു മൂലയ്ക്ക് വന്നിരുന്ന് ചെയ്യല്ലല്ലോ എല്ലാവരും. മസാല ഈ മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഫുഡ് അടിപൊളിയായിട്ടോ. തീയും പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡടി നല്ല സെറ്റായി. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് തീയൊക്കെ കത്തിച്ച് പുറത്തിരിക്കാം അല്ലേ. നമുക്ക് കുറച്ച് തീ കത്തിക്കാം അല്ലേ.
ഇതിപ്പോൾ ഇങ്ങനെ ആളി അങ്ങോട്ട് തീരും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. എന്താ വെച്ചാൽ കനല്ലാത്ത വിറകായതുകൊണ്ടേ നമുക്കെന്തായാലും കുറച്ചിങ്ങനെ തീയൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കാം അല്ലേ. ചെറിയൊരു കാറ്റൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. എന്നാലും ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ. പിന്നെ നമ്മൾ ഡ്രോണിൽ ഷൂട്ട് ചെയ്തത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. അത് നമുക്ക് അറിയൊന്നുമില്ല. DJI എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ നിയോ എന്ന് പറഞ്ഞ DJI നിയോ എന്ന് പറഞ്ഞ ആ ഡ്രോൺ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ അടുത്തുള്ളത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് നമ്മുടേതല്ല, ഒരാൾ ഉപയോഗിക്കാൻ തന്നതാണ്. നമ്മൾ നമ്മുടെ ക്യാമറ ഉപയോഗിക്കാൻ കൊടുത്തപ്പോൾ പുള്ളി പഠിക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പഠിച്ചിട്ടൊന്നുമില്ല. 3 കിലോമീറ്ററൊക്കെ പോകുന്ന പറയണേ ലോങ്ങേ. പക്ഷേ നമ്മൾ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. വിട്ടുകൊടുത്തിട്ട് തിരിച്ച് വന്നില്ലെങ്കിൽ പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച് പഠിക്കുന്നേ ഉള്ളൂ. പക്ഷേ നല്ല ഷോട്ടൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ കൂടെ ട്രാക്ക് ചെയ്ത് വരൂ, നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരൂ, അങ്ങനെ ഒക്കെ ചെയ്യുന്നൊരു സംവിധാനമാണ്. ഞാനത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഡ്രോൺ എന്ന് പറഞ്ഞൊരു സംഗതി കൈകൊണ്ട് ഇതേപോലെ പിടിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഏത് അറിയാത്തവനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഇവിടെ ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ ഓരോരോ ഓപ്ഷൻ വരും. ഇങ്ങനെ ഫോളോ വേണമെങ്കിൽ ഫോളോ, പിന്നെ ഇങ്ങനെ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ മേളിലോട്ട് പോണത്, പിന്നെ ഡ്രോണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങണത്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അതൊന്നും പഠിക്കാത്തവനും പെട്ടെന്ന് പഠിച്ചെടുക്കാം. പിന്നെ ഈ റിമോട്ടിൽ വെച്ച് പറത്താൻ കുറച്ച് എക്സ്പീരിയൻസ് വേണം. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അത് താഴേക്ക് വീട് പോകും. നമ്മളിപ്പോൾ ഈ ബാക്കിലെ വെള്ളത്തിൻ്റെ ആ ഒരു വിഷ്വൽ എടുക്കാനൊക്കെ ഞാൻ കുറച്ച് പേടിച്ചാണ് വിട്ടത്. പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തു, അല്ലെങ്കിൽ ഏതോ അതായിട്ട് പോയാലോ എന്നൊക്കെ ഒരു പേടി. നമ്മൾ പറത്തി പഠിക്കണം. പറത്തി പഠിക്കാനുള്ള സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. അതിന് മുമ്പേ ഇത് കൊണ്ടുപോകുമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ നമുക്കെന്തായാലും ഇത് കിട്ടിയത് എന്തായാലും വലിയൊരു ഉപകാരമായി. നമുക്ക് നല്ല നല്ല ഷോട്ടുകൾ എടുക്കാൻ പറ്റുമെന്ന് ഇനി നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. എന്തായാലും നമ്മുടെ തീ കെട്ടു. നമുക്കെന്തായാലും ഇത് പറത്തുന്നൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാമല്ലേ. ഇങ്ങനെ പറത്തുന്നതും അത് അങ്ങനെ വേണമെങ്കിൽ വേണ്ട അല്ലേ, ആരും കാണൂല. പിന്നെ നമ്മളൊരു സാധനം നമുക്ക് കിട്ടിയിട്ട് നിങ്ങളെ കാണിച്ചില്ലേ പിന്നെ ആരെയും കാണിക്കുക, അങ്ങനെ കാണിച്ചതാണ്. എന്തായാലും നമ്മുടെ തീ നമ്മൾ ടോർച്ച് കൊണ്ടുവന്നില്ല, അതാണൊരു ചെറിയൊരു പ്രശ്നം. കുഴപ്പമൊന്നുമില്ല, എങ്കിലും ടോർച്ച് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓ, നമ്മുടെ വലിയ ടെൻറ്റ് കൊണ്ടുവരായിരുന്നു അല്ലേ. ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് സ്പേസ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ചെറുതെടുത്തുകൊണ്ട് വന്നത്. വലുത് വണ്ടിയിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, കയറിക്കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. പിന്നെ കുഴപ്പമില്ല കേട്ടോ, ഒരു ചെറിയ തണുത്ത കാറ്റ് വരുന്നതുകൊണ്ട് കിടക്കാനൊരു സുഖം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ മഴ പെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കിടക്കാം. മഴ പെയ്താൽ ഞാനെന്ത് ചെയ്യും, ഇതിനകത്ത് ഈ ഷീറ്റിനകത്ത് പുതച്ച് കിടക്കേണ്ടി വരും. എങ്ങനെയായാലും നമ്മളിവിടെ കിടന്ന് ഉറങ്ങും, അതൊക്കെയാണ്. പിന്നെ ബാക്കി വിശേഷങ്ങൾ രാവിലെ കാണാം അല്ലേ. ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ഓ, ലൈറ്റ് ആ ലൈറ്റ് നമുക്ക് പുറത്ത് തന്നെ കിടന്നോട്ടെ, അത് രാവിലെ വരെ കത്തി കിടന്നോളും.
ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. പിന്നെ ഇന്നലത്തെ ഉറക്കം അടിപൊളിയായിരുന്നു. വലിയൊരു തണുപ്പ് ഇല്ലായിരുന്നു, ഒരു നോർമലി തണുപ്പേ ഉള്ളൂ. ഇപ്പോഴൊരു ചെറിയ തണുപ്പുണ്ട്, എങ്കിലും ഒരു നോർമലി തണുപ്പ്. നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. നമുക്കിതിൻ്റെ മേൽഭാഗമൊക്കെ പോയിട്ട് ക്യാമ്പ് ചെയ്യണം ഒരു ദിവസം. മേൽഭാഗവും പിന്നെ അപ്പുറ സൈഡൊക്കെ പോയിട്ട് ക്യാമ്പ് ചെയ്യണം. നല്ല നല്ല സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് രാവിലെ കുറച്ച് കാപ്പി ഇട്ട് കുടിക്കാം അല്ലേ. നമ്മുടെ ലൈറ്റ് ഇപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുക കേട്ടോ. നല്ല ലൈറ്റാണിത്, അതായത് ചെറിയ ലോ ലൈറ്റാണ് എങ്കിലും ഇങ്ങനെ കുറേ സമയം കത്തി നിൽക്കും. നല്ല ലൈറ്റാണ്. ലൈറ്റ് പിടിക്കട്ടെ അല്ലേ. വാ, നല്ല സെറ്റപ്പ് കാപ്പിയല്ല കേട്ടോ, കട്ടനാണ്. സെറ്റപ്പാണ്, പക്ഷെ കുറച്ച് കടുപ്പം കൂടിപ്പോയി. മധുരമില്ലാത്ത കട്ടൻ ചായ രാവിലെ. നമ്മൾ ഈ മധുരമില്ലാത്ത കുടിച്ചങ്ങ് ശീലമായിട്ടിപ്പോൾ. ഇപ്പോൾ നമ്മൾ വീട്ടിലും മധുരം ഇടലില്ല. എന്തായാലും ആ ഒരു ശീലം അങ്ങ് സെറ്റായി. ഇന്നലെ രാത്രി ആ സൗണ്ട് കേട്ടവരൊക്കെ എപ്പോൾ ഇറങ്ങിപ്പോയെന്നോ. എനിക്ക് തോന്നുന്നു രാവിലെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക തോന്നുന്നു. അതിനിപ്പോൾ രാത്രി ഇറങ്ങിപ്പോയെന്ന് അറിയില്ല കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ സൈലൻ്റായി. വലിയ സൗണ്ടില്ല, എന്നാലും സൗണ്ട് ഉണ്ടായിരുന്നു. ആൾ പോയിട്ടില്ല, പക്ഷേ സൗണ്ട് കുറവുണ്ടായിരുന്നു. ചിലപ്പോൾ എല്ലാം അടിച്ച് സൈഡായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കിയിട്ട് അതൊക്കെ അങ്ങോട്ട് വിടാമല്ലേ. വെയിലായി തുടങ്ങി. നമ്മൾ ഡ്രോണൊക്കെ പാക്ക് ചെയ്ത് ഈ പെട്ടി തന്നെയാണ് ഇട്ട് വെക്കുന്നത്. ഇതിന് പ്രത്യേകിച്ചൊരു ബാഗൊന്നുമില്ല. പിന്നെ നമ്മളൊരു ചെറിയ ബാഗിനകത്ത് ഇട്ട് വെക്കണം. അത് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡ്രോണിൻ്റെ വിഷ്വലൊന്നും നല്ല ഭംഗിയായിട്ട് എടുക്കാനൊന്നും അറിയൊന്നുമില്ല. അപ്പോൾ അറിയുന്ന പോലെ നമ്മളടുത്ത് ഈ സാധനം ഉള്ളിടത്തോളം ടൈം നമുക്ക് എന്തായാലും വൃത്തിയായിട്ട് നല്ല രീതിയിൽ എടുക്കാൻ പഠിക്കണം. പിന്നെ നല്ല നല്ല വിഷ്വൽ എല്ലാവരും കാണിക്കണം എന്നുണ്ട്. അതായത് നമ്മൾ ഈ മലയുടെ മുകളിൽ കയറുമ്പോൾ ഏത് മലയാണ്, അല്ലെങ്കിൽ നമ്മൾ കയറുന്നതിൻ്റെ ആ ഹൈറ്റ് ഒക്കെ ഒന്ന് കാണാനേ നമ്മൾ ക്യാമറ കൊണ്ട് വെക്കുമ്പോൾ ഒരു പരിമിതിയില്ലേ. നമ്മളിപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് കയറി, എന്നാലും നമ്മുടെ ആ ഒരു മല കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ കയറി പോകുന്നതിൻ്റെ ആ ഒരു ഹൈറ്റും അല്ലെങ്കിൽ ആ താഴെ കുഴിയുണ്ടെങ്കിൽ ആ ഒരു ഇതൊക്കെ ഒന്ന് കാണണമെങ്കിൽ ശരിക്കും ഡ്രോൺ തന്നെ വേണം. എന്താ വെച്ചാൽ കുറച്ച് മേളിലോട്ടൊക്കെ പൊക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ കയറി പോകണം. അതൊക്കെ എടുക്കാൻ അതൊക്കെ നല്ലതാണ്. പക്ഷേ അത് പഠിക്കണം. പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷ്വലൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. എന്ത് ലൈക്ക് ചെയ്തില്ലേലും വേണ്ടില്ല, കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഓക്കെ, ഞാനെന്തായാലും വിടുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ സെറ്റാക്കി താഴോട്ട് ഇറങ്ങണം. ഡ്രോണിൻ്റെ ചാർജ് തീർന്നു കേട്ടോ. അത് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, അത് തീർന്നു.